അത്യാധുനിക യുദ്ധ കപ്പലുകളും ബോട്ടുകളും എല്ലാമുള്ള ലോകത്തെ എണ്ണം പറഞ്ഞ സൈന്യമാണ് നമ്മുടെ നാവികസേന അല്ലെ. ആധുനികതയെ മുറുകെ പിടിച്ച് നാവികസേനയിലേക്ക് പരമ്പരാഗത രീതിയിൽ നിർമ്മിച്ച ഉരു എത്തുകയാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ നമുക്കൊപ്പം KV ശ്രീധരൻ ചേരുകയാണ്. KV ശ്രീധരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരൻ, ഉരു എന്ന് പറയുമ്പോൾ കേരളത്തോട് ചേർന്ന് നിൽക്കുന്നതാണല്ലേ. ഉരുവിന്റെ മഹാത്മ്യം പേറുന്ന ഒരു നാടാണ് ബേപ്പൂര്. അപ്പോൾ ഉരു എങ്ങനെയാണ് നമ്മുടെ നാവികസേനയിലേക്ക് എത്തിയത്, അതെങ്ങനെയാണ്, ആ വിശേഷങ്ങൾ പറയും. സന്ധ്യ, ഇത് നീറ്റിലിറക്കുകയാണ്. അതായത് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ഉരു ആണ് ഇപ്പോൾ നമ്മുടെ നാവികസേനയുടെ ഭാഗമാകുന്നത്. ഈ നാവികസേനയ്ക്ക് എന്തിനാണ് ഉരു എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരും. ഏതായാലും ഇത് സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെയും നാവികസേനയുടെയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതായത് ഇന്ത്യക്ക്, ഭാരതത്തിന് പൗരാണിക കാലം മുതൽ തന്നെ ഈ വിദേശ രാജ്യങ്ങളുമായൊക്കെ ഈ കടൽ വഴിയുള്ള വ്യാപാരമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഉരു, അല്ലെങ്കിൽ പഴയ ഭാഷയിൽ പറഞ്ഞാൽ പഴയ ഒരു കപ്പൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കാർവാർ തുറമുഖത്ത് വെച്ച് നീറ്റിലിറക്കുകയാണ്. ഏതായാലും കോടികൾ ചെലവഴിച്ചാണ് ഈ പരമ്പരാഗത രീതിയിൽ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതിന് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ബാബു ശങ്കരൻ എന്ന് പേരുള്ള, ഇതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ കൃത്യമായി പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഇത് നിർമ്മിച്ചതിന് പിന്നിൽ. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ പഴയ ഭാരതത്തിൻ്റെ ഈ പൗരാണികമായിട്ടുള്ള ഈ വാണിജ്യ സംസ്കാരം അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഗുജറാത്തിൽ നിന്നും ഒമാനിലേക്ക് ഇത് സെയിൽ ചെയ്ത് പോവുകയാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി ഇത് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെ നമ്മുടെ ഒരു നാവികസേനയുടെ ഭാഗമായിരിക്കുകയാണ്. അറിഞ്ഞതിൽ നമുക്ക് ഒരുപാട് അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. ശരി ശ്രീധരൻ.